സൗത്ത് കരോലിനയിൽ നിന്നുള്ള സെനറ്റർ ലിൻസി ഗ്രഹാമിൻ്റെ പെട്ടെന്നുള്ള മരണം, ആരും പ്രതീക്ഷിക്കാത്ത ഒരു മരണം, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ കിടക്കാതെ ഉണ്ടായ ഒരു മരണം. അദ്ദേഹത്തിന് 71 വയസ്സേ ഉള്ളൂ. അപ്പോൾ അത് ഏറെ കോൺസ്പിറസി തിയറികൾ പുറത്തുവിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പല കാര്യങ്ങളെപ്പറ്റിയുള്ള ചർച്ചയ്ക്കും വഴിതെളിച്ചിരിക്കുന്നു. അപ്പോൾ കോൺസ്പിറസി തിയറികൾ നമുക്കറിയാം, അത് പ്രത്യേകിച്ച് വിദേശ പത്രങ്ങളിലൊക്കെയാണ്. ഇറാനാകാം അല്ലെങ്കിൽ റഷ്യയാകാം ഇതിന് പിന്നിൽ. ഇദ്ദേഹം ഒരു യുദ്ധത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന വ്യക്തിയായിരുന്നു. അമേരിക്ക അതിൻ്റെ ശക്തി ഉപയോഗിച്ച് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തി ഉപയോഗിക്കാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യുദ്ധത്തിന് പിന്നെ അത് പിടിച്ചെടുക്കുന്നതിനും ഭരണമാറ്റത്തിനും ഒക്കെ ശക്തമായ പിന്തുണ നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. ഇറാനിലെ ഭരണമാറ്റത്തിനും പിന്നെ ഈ നിലപാടുകൾക്കും ശക്തമായി ട്രംപിൻ്റെ പിന്നിൽ അടിയുറച്ചു നിന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ യുദ്ധത്തോട് താല്പര്യം കാട്ടിയ വ്യക്തിയാണ്. അപ്പോൾ അതിനെതിരെ ഈ കഴിഞ്ഞ വർഷം പിന്നെ കൊല്ലപ്പെട്ട നമ്മുടെ ചാർലി കിർക്ക് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരെ. ഇറാനെതിരെയൊന്നും അങ്ങനെ ഇറാനെ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതൊക്കെ മണ്ടത്തരമാണ്. ഇറാൻ ഒരു വലിയ രാജ്യമാണ്. ടെക്സസിൻ്റെ 2.5 ഇരട്ടി വലിപ്പമുണ്ട്. വലിയൊരു അതുപോലെ തന്നെ ജനസംഖ്യയുമുണ്ട്. അതൊരു മഹാസംസ്കാരമാണ്. അതിനെതിരെ പിന്നെ നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുന്നത് ശരിയല്ല. എന്നിട്ട് പിന്നെ ഭരണമാറ്റം ഉണ്ടാക്കുന്നതിന് എന്നിട്ട് പിന്നെ നമ്മൾ ആര് പോയി അവിടെ ഭരിക്കും, ആര് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കും, ഇങ്ങനെ ഇദ്ദേഹത്തിനെതിരെ അതിശക്തമായൊരു വിമർശനം പിന്നെ ഒരു വീഡിയോയിൽ നടത്തുന്നത് അത് കാണുകയുണ്ടായി. അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ പിന്നെ വരികയും ചെയ്തു. അപ്പോൾ എങ്ങനെയായാലും ഈ യുദ്ധം വലിയ സുഖമുള്ള ഒരു കാര്യമല്ല. അമേരിക്ക ഒരു കാരറ്റ് ആൻഡ് സ്റ്റിക്ക്, ആ കാരറ്റ് കാണിക്കുകയും ഒരു വടി കയ്യിലുണ്ടായിരിക്കുകയും ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെ. പക്ഷേ എന്നാൽ കൂടി മറ്റ് രാജ്യങ്ങളെ പിന്നെ ആക്രമിക്കുന്നതും കീഴടക്കുന്നതും അത് സുഖമായ ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് അഫ്ഗാനിസ്ഥാനിൽ 20 വർഷത്തോളം അഫ്ഗാനിസ്ഥാൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്കായിരുന്നു. എന്നിട്ടെന്ത്, താലിബാൻ തിരിച്ചു വന്നു. പിന്നെ ഇനി താലിബാൻ എപ്പോഴാണ് അത് കൂടുതൽ ശക്തിപ്പെടുകയെന്നറിയില്ല. കാരണം ഇപ്പം പാകിസ്ഥാനും എല്ലാം കൂടി അടിച്ച് അവരെ ഒരു പരുവത്തിലാക്കിയിട്ടിരിക്കുകയാണ്. അവർക്ക് കഞ്ഞി കുടിക്കാൻ വഴിയില്ല. അപ്പം പിന്നെ ഇന്ത്യയൊക്കെയാണ് ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആളുകൾ പട്ടിണി കിടക്കുന്നു. പിന്നെ ഈ കടുത്ത തണുപ്പിനെ ഒന്നും അതിജീവിക്കാനുള്ള സംവിധാനങ്ങളൊന്നും പോലുമില്ല. അപ്പോൾ ആ സ്ഥിതിയിൽ ഇന്ത്യയൊക്കെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇറാഖിലാണെങ്കിലും വലിയൊരു മാറ്റങ്ങളോ നേട്ടങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇറാഖിൽ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷവും സംഗതി അതുപോലെയൊക്കെ തന്നെ തുടരുന്നു. അപ്പോൾ യുദ്ധങ്ങളൊക്കെ നടത്തി അത് പിന്നെ പുരോഗതിക്കുള്ളൊരു പാതയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് അത് പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ അധോഗതിയിലേക്ക് പോയിട്ട് വലിയ കാര്യമില്ല. എങ്ങനെയായാലും ഈ അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണം ഈ മറ്റ് ശത്രു രാജ്യങ്ങൾ ആരെങ്കിലും ആയിരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു അയോർട്ടയിലേക്കുള്ള ഒരു ആർട്ടറി പൊട്ടിയാണ് പെട്ടെന്നുള്ള മരണമെന്നാണ് ഈ പിന്നെ മെഡിക്കൽ വിദഗ്ധർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് പുറത്തുവിട്ട രേഖയിലും അതുതന്നെയാണ് പറയുന്നത്. എങ്ങനെയായിരുന്നാലും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ നിര്യാണം പെട്ടെന്ന് അമേരിക്ക ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറി. രണ്ട് കാര്യങ്ങൾ, ഈ നമ്മുടെ നേതാക്കന്മാർ ഇപ്പം സെനറ്റിൽ ശരാശരി പ്രായം 60 വയസ്സിൽ കൂടുതലാണ്. 60-65 വയസ്സ് അങ്ങനെയാണ് സെനറ്റർമാരുടെ പ്രായം. 100 സെനറ്റർമാർ. അതിൽ 92 വയസ്സുള്ള ചക്ക് ഗ്രാസിലി, പിന്നെ അദ്ദേഹമാണ് 92 വയസ്സുണ്ട്, അദ്ദേഹമാണ് ഒരു സെനറ്റർ. അപ്പോൾ അങ്ങനെ പിന്നെ പ്രായക്കൂടുതലുള്ള ആളുകളാണ് ഇപ്പം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതെന്ന്. ഇനി ഹൗസിലാണ് സാധാരണ നിലയിൽ ഏറ്റവും ചെറുപ്പക്കാർ വരേണ്ടത്, കോൺഗ്രസ്സിൽ. അപ്പോൾ അവിടെയും പിന്നെ ശരാശരി പ്രായം 58 വയസ്സാണ്. പ്രായം കുറഞ്ഞവരുണ്ട്, 30 വയസ്സുകാരും 35 വയസ്സുകാരും ഒക്കെ 39 വയസ്സുകാരും ഒക്കെ ഉണ്ട്. പക്ഷേ ശരാശരി പ്രായം നോക്കുമ്പോൾ 58 വയസ്സ്. അപ്പോൾ അങ്ങനെ എല്ലാ രംഗത്തും പ്രായം കൂടിയിരിക്കുന്നു. ഇനി അതിൻ്റെ കൂടെയാണ് പ്രസിഡന്റ് ട്രംപിനാണെങ്കിൽ ഇപ്പോൾ 80 വയസ്സായി. ഈ പ്രസിഡന്റ് ആകുമ്പം 78 വയസ്സൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും കൂടിയ പ്രായമുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതിയിലാണ് ഈ മരണാനന്തര കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ചർച്ചകൾ വരുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന 13-14 ശത്രുക്കളുടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട്, അവരെ പിന്നെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപ്, നെതന്യാഹു, പിന്നെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പിന്നെ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് മക്രോൺ, ഇങ്ങനെ ഒരു പറ്റം പേര്. അങ്ങനെ അവരെല്ലാം ഉന്മൂലനം ചെയ്യും, അവരോടെല്ലാം പ്രതികാരം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ചിന്താഗതിയിൽ തന്നെയുള്ളൊരു വ്യത്യാസം വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പ്രതികാരം നമ്മൾ ഈ പിന്നെ എന്താ പറയുക, ഒരു ക്രിസ്ത്യൻ തോട്ടിൽ പറയുന്ന പ്രതികാരം ദൈവത്തിനുള്ളതാണ്, നമ്മൾ പ്രതികാരമൊന്നും ചെയ്യേണ്ടെന്ന് പിന്നെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇസ്ലാമിക പിന്നെ വിശ്വാസമനുസരിച്ച് അങ്ങനെയായിരിക്കാം. പ്രതികാരം ചെയ്യണം, നമ്മളോട് ചെയ്യുന്ന പിന്നെ അതിന് പ്രതികാരം ചെയ്യണം ശത്രുക്കളോട്.
എങ്ങനെയായിരുന്നാലും അങ്ങനെ ഒരു ലിസ്റ്റ് ഔദ്യോഗികമാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാനെ ഉന്മൂലനം ചെയ്യും, ഇല്ലാതാക്കി കളയുമെന്നാണ് പറയുന്നത്. അതൊരു മരുഭൂമിയാക്കി കളയും എന്നാണ്, അതിനുള്ള ഉത്തരവൊക്കെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവർക്കും സുബോധം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. അതിൻ്റെ കൂടിയാണ് ചില ഭരണഘടനാ കാര്യങ്ങൾ. ഇപ്പോൾ പ്രസിഡന്റ് ഇല്ലാതായി കഴിഞ്ഞാൽ ഒന്ന് മരിച്ചു പോവുക, റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റേറ്റഡ് ആയി പോവുക, പ്രസിഡന്റിന് ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരിക, അപ്പോൾ രോഗമോ മറ്റും മൂലം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ആ പ്രസിഡൻസിയിൽ ഒഴിവ് വന്നാൽ പിന്നെയുള്ള നടപടിക്രമം എന്തായിരിക്കും എന്നുള്ളത് അത് വളരെ സിമ്പിളാണ്. അത് ഭരണഘടനയുടെ 25-ാം ഭേദഗതി 1947 പാസ്സാക്കിയത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈസ് പ്രസിഡന്റ് ഓട്ടോമാറ്റിക്കലി പ്രസിഡന്റ് ആയി കഴിഞ്ഞു. പിന്നെ അതിന് ആരുടെയും അംഗീകാരമോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യണം. അത് എവിടെ വെച്ച് അത് പിന്നെ പ്രസിഡന്റ് ആയി കഴിഞ്ഞു, പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. അപ്പോൾ എവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യണം, ആരുടെ മുമ്പിൽ ചെയ്യണം എന്നുമില്ല. ഇപ്പം ഈ കെന്നഡി മരിച്ചതിന് ശേഷം അന്നേരം വൈസ് പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ ആ വിമാനത്തിൽ വെച്ച്, എയർഫോഴ്സ് 1-ൽ വെച്ച്, അവിടെ വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അവിടെ വെച്ചാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത്. അപ്പം ഇന്നടത്ത് വെച്ച് വേണം എന്നൊന്നുമില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അംഗീകരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ വൈസ് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ പിന്നെ വൈസ് പ്രസിഡൻ്റിൻ്റെ സ്ഥാനത്തിന് ഒഴിവ് വരും. പക്ഷേ അവിടെ ആരും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അങ്ങോട്ട് പിന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് വരുന്നില്ല. അത് പ്രസിഡന്റ് പിന്നെ ഒരാളെ നിയമിക്കണം, വൈസ് പ്രസിഡൻ്റായിട്ട് ആരെങ്കിലും നിയമിക്കണം. അപ്പോൾ അതിന് ഇത്ര സമയത്തിനുള്ളിൽ നിയമിക്കണം എന്നൊന്നുമില്ല, സൗകര്യം പോലെ മതി. ഇപ്പോൾ ഈ നിക്സൻ്റെ കാലത്ത് പിന്നെ ആദ്യം രാജിവെച്ചത് അന്ന് വൈസ് പ്രസിഡൻ്റായിരുന്ന സ്പൈറോ ടി അഗ്ന്യൂ, അദ്ദേഹമാണ് ഈ വാട്ടർ ഗേറ്റ് പിന്നെ പ്രശ്നത്തിൽ, ആരോപണത്തിൽ പിന്നെ ആദ്യം രാജിവെക്കുന്ന അദ്ദേഹമാണ്, പിന്നീടാണ് നിക്സൺ രാജിവെക്കുന്നത്. അപ്പം വൈസ് പ്രസിഡന്റ് രാജിവെച്ചപ്പോൾ പകരം പിന്നെ നിക്സൺ നമ്മുടെ ജെറാൾഡ് ഫോർഡിനെ വൈസ് പ്രസിഡൻ്റായിട്ട് പിന്നെ നിയമിച്ചു. അദ്ദേഹം പിന്നെ കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം നിക്സൺ രാജിവെച്ചപ്പോൾ ജെറാൾഡ് ഫോർഡ് പ്രസിഡൻ്റായി. അപ്പോൾ പിന്നീട് ഈ ഫോർഡ് ഒരു വൈസ് പ്രസിഡന്റിനെ നിയമിക്കാനായിട്ട് 131 ദിവസം 3-4 മാസമൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം നിയമിച്ചത് ന്യൂയോർക്ക് ഗവർണറായിരുന്ന നെൽസൺ റോക്ക്ഫെല്ലറെയാണ്, വലിയ പണക്കാരൻ. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ചില ആക്ഷേപങ്ങളൊക്കെ പിന്നെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്ങനെയായാലും പിന്നെ അദ്ദേഹത്തെ നിയമിച്ചു. അപ്പോൾ അത് ഈ വൈസ് പ്രസിഡന്റിനെ ഇത്ര ദിവസത്തിനകം തീരുമാനിക്കണം എന്നൊന്നുമില്ല, സൗകര്യം പോലെ മതി. അത് പിന്നീട് കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇനി ഈ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ലെങ്കിൽ അടുത്ത സ്ഥിതി എന്താണ്? അടുത്ത സ്ഥിതി സ്പീക്കറാണ് പിന്നെ പ്രസിഡന്റ് ആവുക. പിന്നെ കോൺഗ്രസ്സിലെ ഹൗസിലെ സ്പീക്കർ അദ്ദേഹമാണ് അടുത്ത 3-ാം സ്ഥാനം. ഇനി അത് ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സിലെ പ്രസിഡന്റും ഇല്ലെങ്കിൽ പിന്നെ ഹൗസ് സ്പീക്കറും ഇല്ലെങ്കിൽ അടുത്ത സ്ഥാനം പിന്നെ പിന്നെ സെനറ്റിലെ പ്രസിഡന്റ് പ്രോ ടെമ്പോർ, അവിടെ ഈ വൈസ് പ്രസിഡന്റാണ് അവിടുത്തെ പ്രസിഡന്റ്. പിന്നെ സെനറ്റിലെ പിന്നെ സ്പീക്കർ പോലെ പ്രവർത്തിക്കുന്നത് വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് പിന്നെ ഇല്ല, ആ സാഹചര്യത്തിൽ മറ്റൊരാളാണ് ഈ പ്രസിഡന്റ് പ്രോ ടെമ്പോർ എന്ന് പറഞ്ഞ് ആ സ്ഥാനം വഹിക്കുക. അപ്പോൾ അദ്ദേഹത്തിനാണ് അടുത്ത സ്ഥാനം. അത് കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്, പിന്നെ സെക്രട്ടറി ഓഫ് ട്രഷറി, ഇങ്ങനെ ഒരു 18 പേരുടെ സെക്രട്ടറിമാരാണ് പിന്നെ പ്രസിഡന്റ് ആവുന്നത്. പിന്നെ അവർക്കാണ് പിന്നെ അടുത്ത പിന്നെ അടുത്ത അവകാശികൾ ആ പ്രോട്ടോക്കോൾ അനുസരിച്ച്. അപ്പോൾ ഈ ഒരു പ്രസിഡന്റ് ഒഴിവായി കഴിഞ്ഞാൽ നിലവിലുള്ള ക്യാബിനറ്റ് അംഗങ്ങൾ ഈ നമ്മുടെ ഇന്ത്യയിലെ പോലെ എല്ലാവരും രാജിവെക്കുന്ന സ്ഥിതിയില്ല, രാജിവെക്കണമെന്നില്ല. അവർ തുടരും. പുതിയ പ്രസിഡന്റിന് അവരെ നിലനിർത്താം, അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടാം. അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. നമ്മളെ പോലെ ആ പ്രധാനമന്ത്രി പോകുമ്പോൾ ആ ക്യാബിനറ്റും പിന്നെ എല്ലാവരും പോയി എന്നുള്ള ആ ഒരു സ്ഥിതി ഇവിടെ വരുന്നില്ല. എങ്ങനെയായിരുന്നാലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈ പിന്നെ കൊലയും മരണവും ഇതൊന്നും വലിയ സുഖമുള്ള ഒരു കാര്യമല്ല, കേൾക്കാനും പറയാനും നമ്മൾ അനുഭവിക്കാനും ഒന്നും നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പം ഇറാൻ യുദ്ധം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. ഇറാൻകാർക്കൊരു സുബോധം വരണം, പിന്നെ ആ പ്രശ്നം ഒത്തുതീർപ്പിലൂടെ തീരണം. ആർക്കും ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ, അവർക്കും ദോഷം വരരുത്, നമുക്കും ദോഷം വരരുത്, ലോകത്തിനൊന്നും ദോഷം വരരുത്. അല്ലാതെ ഇങ്ങനെ കൊല്ലും എന്ന് പറഞ്ഞാൽ എത്ര കാലം ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഈ കൊലപാതകം നമ്മൾ ഓർക്കുന്നുണ്ട്. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, എന്താ 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് ഗാർവിലോ പ്രിൻസിപ്പ് എന്ന് പറഞ്ഞ് പിന്നെ ഒരാളെ കൊന്നതിൽ നിന്ന് അവിടുന്നാണ് അത് തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹം പിന്നെ ഓസ്ട്രിയൻ ആർച്ച് ഡ്യൂക്കായിരുന്നു. ഓസ്ട്രിയ എന്ന് പറഞ്ഞ അന്ന് പിന്നെ പഴയ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടമാണ്. പിന്നെ അതിൻ്റെ പേര് പറ്റുന്നവർ.
അപ്പോൾ അതിൻ്റെ ആർച്ച് ഡ്യൂക്കായിരുന്നു അദ്ദേഹത്തെ കൊന്നതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ്. ഈ ഗാർവിലോ പ്രിൻസിപ്പാണ് വെടിവെച്ചത്. ഓസ്ട്രിയൻ ആർച്ച് ഡ്യൂക്കിനെയാണ് കൊല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ ചരിത്രം ഞാൻ ആ കാര്യം നോക്കാതെയാണ് ഇതിപ്പോൾ പറയുന്നത്. എങ്ങനെയായാലും ഈ കൊലയും ഒരു സുഖമുള്ള കാര്യമല്ല. അവിടെ നിന്നാണ് ബാക്കിയെല്ലാം തുടങ്ങുന്നത്. അപ്പം ഇറാൻ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടണം, അതാണ് നമ്മുടെ ആഗ്രഹം.